മുല്ലപ്പെരിയാർ ഡാം എന്ന ദുരന്തക്കടൽ പതിറ്റാണ്ടുകളായി മലയാളിയുടെ ജീവന് ഭീഷണിയായി നിലനിൽക്കുകയാണ്. മഴക്കാലം എത്തുമ്പോഴും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവുമൊക്കെ ഉണ്ടാകുമ്പോഴും മധ്യകേരളത്തിലെ 20 ലക്ഷത്തിലധികം പേർ പ്രാണൻ വാരിപ്പിടിച്ചാണ് ഉറങ്ങുന്നത്. ഇക്കുറി വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോഴും പതിവ് പോലെ മുല്ലപ്പെരിയാർ എന്ന ദുരന്തം നീറി നിൽക്കുകയാണ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നുള്ള കേരളത്തിന്റെ ആവശ്യം എന്ന് പരിഗണിക്കുമെന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ടും വർഷങ്ങളായി. ഓരോ വർഷവും വിവിധ മേഖലകളിൽ പ്രാർത്ഥനയും പ്രതിഷേധവുമായി അതങ്ങനെ കടന്നുപോകും. എന്നാൽ ഇക്കുറി അങ്ങനെയല്ല. വർഷാവർഷം പോലെ പ്രതിഷേധവുമായി അത് കടന്നുപോകില്ലെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഏറ്റവും ഒടുവിൽ മുല്ലപ്പെരിയാർ ആശങ്ക പങ്കുവച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും എത്തുകയുണ്ടായി. നിലവിലെ അവസ്ഥ പേടിപ്പെടുത്തുന്നതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കോടതിയെപ്പോലും ശാസ്ത്രീയമായി ബോധിപ്പിക്കുന്നതിന് സാറ്റലൈറ്റ് സംവിധാനം ആവശ്യമാണെന്നും ഡാം പൊട്ടിയാൽ ആര് ഉത്തരവാദിത്വം പറയുമെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ നിൽക്കുന്നത് ഹൃദയത്തിൽ ഇടിമുഴക്കം പോലെയാണെന്നും അദ്ദേഹം പറയുന്നു. നമുക്കിനി കണ്ണീരിൽ മുങ്ങിത്താഴാൻ സാധിക്കില്ലെന്നാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ. വയനാട് ദുരന്തവും തുംഗഭദ്ര അണക്കെട്ടിനുണ്ടായ തകരാറും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സാഹചര്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ കേരള മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും ചർച്ച നടത്തി മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കുവാൻ ശ്രമം നടത്തണമെന്നും മുല്ലപ്പെരിയാർ സമരസമിതിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ മധ്യസ്ഥം വഹിക്കണമെന്നാണ് അവരുടെ ആവശ്യം. മുല്ലപ്പെരിയാർ ഡാം കമ്മീഷൻ ചെയ്ത് 129 വർഷം തികയ്ക്കുന്ന ഒക്ടോബർ 10 കേരളത്തിലെ 129 കേന്ദ്രങ്ങളിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്നും സമരസമിതി പറഞ്ഞിട്ടുണ്ട്. പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണവും വന്നിരിക്കുന്നത്. എന്നാൽ ഡൽഹിയിൽ നിന്നും ശുഭസൂചനകളുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഷയത്തിൽ ഇടപെട്ടതായും മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്ന തീരുമാനം വൈകാതെ പ്രഖ്യാപിക്കപ്പെടുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. വിഷയത്തിന്റെ ഗൗരവം സുരേഷ് ഗോപി പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചതായും പറയുന്നുണ്ട്. ജനസുരക്ഷ കണക്കിലെടുത്ത് ഡാം പ്രഖ്യാപിക്കാനായാൽ തമിഴ്നാടിൻ്റെതടക്കമുള്ള ആശങ്കകളും പരിഗണിച്ചേക്കുമെന്നും പറയുന്നുണ്ട്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി വിശദ പ്രോജക്റ്റ് റിപ്പോർട്ട് കേരളം നിലവിൽ തയ്യാറാക്കിയിട്ടുണ്ട്. തമിഴ്നാടിന്റെ അനുമതി ലഭിച്ചാൽ 5 വർഷത്തിനകം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനാകുമെന്നാണ് കേരളത്തിന്റെ വിലയിരുത്തൽ. 1300 കോടി രൂപയാണ് പുതിയ ഡാമിന്റെ എസ്റ്റിമേറ്റ് കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ ഇത് രണ്ടാം തവണയാണ് മുല്ലപ്പെരിയാറിനായി DPR തയ്യാറാക്കുന്നത്. ആദ്യ DPR 2011 തയ്യാറാക്കിയത്. പ്രളയഭീഷണിയും ഭൂചലനവും പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പുതിയ ഡാമിന്റെ രൂപകൽപ്പന ഇറിഗേഷൻ വകുപ്പ് ഇന്റർസ്റ്റേറ്റ് വാട്ടേഴ്സ് ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എസ്റ്റിമേറ്റ്, അണക്കെട്ടിലെ പ്രത്യേകതകൾ, ഉയരം, വീതി, ഡാമിന്റെ പ്രവർത്തനം തുടങ്ങിയവയാണ് DPRൽ ഉള്ളത്. ISW ചീഫ് എഞ്ചിനീയർ ചെയർമാനും ഇറിഗേഷൻ ഡിസൈനർ ആൻഡ് റിസർച്ച് ബോർഡ് ചീഫ് എഞ്ചിനീയർ വൈസ് ചെയർമാനും 10 അംഗങ്ങളും ഉൾപ്പെടുന്ന സമിതിയാണ് DPR തയ്യാറാക്കിയത്. IDRB ഡയറക്ടർ, ഹൈഡ്രോളജി വിഭാഗം ജോയിന്റ് ഡയറക്ടർ, മൈനർ ഇറിഗേഷൻ സെൻട്രൽ സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, മൈനർ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുടങ്ങിയവരും അംഗങ്ങളാണ്. DPR തയ്യാറാക്കുന്നതിന് 2021 സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും തുടർ നടപടികൾ വൈകുകയായിരുന്നു. പുതിയ DPRൽ കേന്ദ്ര ജല കമ്മീഷന്റെയും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും അനുമതി ആവശ്യമാണ്. ഇവിടെ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായേക്കുമെന്നാണ് പറയുന്നത്. ജനുവരിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. തമിഴ്നാടും കേരളവും സമവായത്തിലെത്തിയാൽ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാമെന്ന് സുപ്രീം കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അനുരഞ്ജന പാതയിലൂടെ പുതിയ അണക്കെട്ട് യാഥാർത്ഥ്യമാക്കണമെന്നാണ് കേരളം കരുതുന്നതെങ്കിലും തമിഴ്നാട് കേരളത്തിന്റെ ആവശ്യം ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. 1.25 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഡാം സുരക്ഷിതമാണെന്നാണ് തമിഴ്നാടിന്റെ വാദം. ഏതെങ്കിലും സാഹചര്യത്തിൽ പുതിയ ഡാം നിർമ്മിക്കാൻ സുപ്രീം കോടതിയുടെ അടിയന്തര ഇടപെടലുണ്ടായാൽ നടപടികൾ വേഗത്തിലാക്കാനാണ് DPR തയ്യാറാക്കിയിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ കുമളി പഞ്ചായത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് 366 മീറ്റർ താഴെയാണ് പുതിയ ഡാമിനായി കേരളം സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. പുതിയ ഡാമിൽ നിർമ്മിക്കാനുള്ള സ്ഥലം 1979 തന്നെ കേരളം കണ്ടെത്തിയിരുന്നതാണ്. DPRുമായി മുന്നോട്ടു പോകാൻ 2011 കേരളം തീരുമാനിച്ചിരുന്നു. 600 കോടി രൂപയായിരുന്നു 2011 എസ്റ്റിമേറ്റ്. മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കുകയും ചെയ്തു. അണക്കെട്ടിന്റെ രൂപരേഖയും തയ്യാറാക്കിയെങ്കിലും തമിഴ്നാട് എതിർത്തതോടെ നടപടി മുടങ്ങിപ്പോവുകയാണ് ചെയ്തത്. തുടർന്ന് രണ്ടാം DPRൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ഉടൻ ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മാത്രമല്ല, കർണാടക കൊപ്പൽ ജില്ലയിലെ ഷട്ടർ തകർന്ന് അപകടമുണ്ടായ തുംഗഭദ്ര അണക്കെട്ടിന്റെ വാർത്തകൾ പുറത്തുവന്നത് കേരളത്തെ വീണ്ടും ആശങ്കയിലാക്കിയിട്ടുണ്ട്. കാരണം മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച
ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ഡാമാണിത്. കർണാടക, ആന്ധ്ര, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകർ ആശ്രയിക്കുന്ന ഡാം നിർമ്മിച്ചത് 1949-ലാണ്. 70 വർഷത്തിനിടയിൽ ഇതാദ്യമായാണ് ഇത്തരത്തിൽ ഡാമിന്റെ ഗേറ്റ് തകരുന്നത്. കർണാടക കൊപ്പൽ ജില്ലയിലാണ് തുംഗഭദ്ര ഡാം സ്ഥിതി ചെയ്യുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് രാത്രിയോടെയായിരുന്നു ഡാമിന്റെ ഒരു ഷട്ടർ തകർന്നത്. ഇതേ തുടർന്ന് പൊട്ടിയ 19ാം ഷട്ടറിലൂടെ 35,000 ക്യൂസെക്സ് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിട്ടിരുന്നു. തുടർന്ന് അണക്കെട്ട് തകരുന്നത് ഒഴിവാക്കാൻ 33 ഷട്ടറുകളും തുറക്കുകയും ചെയ്തിരുന്നു. 1,00,000 ക്യൂസെക്സ് വെള്ളമാണ് മണിക്കൂറുകൾക്കുള്ളിൽ അതിൽ ഒഴുകിപ്പോയത്. അണക്കെട്ടിന്റെ ഇടതുകര മുകൾ നില കനാലിന്റെ ഗേറ്റ് തകർന്ന് വൻതോതിൽ വെള്ളം നദീതടത്തിലേക്ക് തുറന്നുവിട്ട സമാനമായ സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. അന്ന് ഗേറ്റ് നന്നാക്കുന്നതിൽ സാങ്കേതിക സംഘത്തിന് കാര്യമായ ബുദ്ധിമുട്ടുകളും നേരിട്ടിരുന്നു. പ്രധാന ക്രസ്റ്റ് ഗേറ്റിന്റെ നിലവിലെ ചെയിൻ തകരാർ വീണ്ടും വലിയ ആശങ്കയും ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പമ്പാസാഗർ എന്നറിയപ്പെടുന്ന തുംഗഭദ്ര അണക്കെട്ട് ഇന്ത്യയിലെ കർണാടകയിലെ ഹോസാപേട്ട കൊപ്പൽ സംഗമസ്ഥാനത്ത് തുംഗഭദ്ര നദിക്ക് കുറുകെ നിർമ്മിച്ച ഒരു ജലസംഭരണിയാണ്. ജലസേചനം, വൈദ്യുതോൽപാദനം, വെള്ളപ്പൊക്ക നിയന്ത്രണം മുതലായവയ്ക്ക് സേവനം നൽകുന്ന ഒരു വിവിധോദ്ദേശ അണക്കെട്ടാണിത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിലാസ്ഥാപന അണക്കെട്ടും രാജ്യത്തെ 2 സിമന്റ് ഇതര അണക്കെട്ടുകളിലൊന്നുമാണ്. മറ്റൊന്നാണ് നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ട്. 1895-ൽ നിർമ്മിച്ച ശർക്കരയും കരിമ്പിൻ നീരും മുട്ടാളയും ചേർത്ത് തയ്യാറാക്കിയ സുർക്കി ചാന്തിൽ കരിങ്കല്ലിൽ കെട്ടിയുണ്ടാക്കിയതാണ് മുല്ലപ്പെരിയാറിന്റെ അടിത്തറ. ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഗുരുത്വാകർഷണ അണക്കെട്ടുകളിൽ ഏറ്റവും പഴയ അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ എന്നുള്ളതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. 1896-ൽ ഈ അണക്കെട്ട് നിർമ്മാണം പൂർത്തിയാക്കിയ കാലത്ത് 50 കൊല്ലത്തിലധികം ഇത്തരം അണക്കെട്ടുകൾക്ക് ആയുസ്സില്ലെന്ന് അണക്കെട്ടിന്റെ ശില്പിയായ പെന്നിക്യുക് എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശരിയാണെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പേ തന്നെ അണക്കെട്ടിന്റെ കാലാവധി കഴിഞ്ഞതാണ്. അന്നത്തെ സാങ്കേതിക വിദ്യയിൽ വളരെ ശ്രദ്ധ ചെലുത്തി ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതുകൊണ്ട് മാത്രമാണ് പിന്നെയും ഇത്രയും വർഷമായി അതങ്ങനെ പൊട്ടാതെ നിലനിൽക്കുന്നത്. കേരളത്തിന് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നതെങ്കിലും തമിഴ്നാടിന്റെ ഡിമാൻഡുകൾക്ക് എപ്പോഴും കേരളത്തിന് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഡാമിന്റെ ഉടമസ്ഥർ തമിഴ്നാടാണെന്നാണ് ഇതിലുള്ള വസ്തുത. ഇതാണ് പ്രധാന പ്രശ്നമെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വെള്ളം ഇവിടെയും അതിന്റെ ഉടമസ്ഥൻ അവിടെയുമായിരുന്നു നടത്തുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാർ ബ്രിട്ടീഷുകാരാണെന്നും ആരോപണങ്ങളുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് തേനി, മധുര, ഡിണ്ടിക്കൽ, രാമനാഥപുരം തുടങ്ങിയ തമിഴ് പ്രവിശ്യകൾ ജലക്ഷാമം അനുഭവിക്കുമ്പോൾ പശ്ചിമഘട്ടത്തിനും കേരളത്തിലെ പെരിയാർ തീരങ്ങളിൽ പലപ്പോഴും വെള്ളപ്പൊക്കമായിരുന്നു. ഈ സായിപ്പ് കണ്ടുപിടിച്ച പ്രതിവിധിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടെന്നാണ് പറയുന്നത്. പെരിയാർ നദിയിലെ വെള്ളം അണകെട്ടി പശ്ചിമഘട്ടം തുരന്ന് മധുരയിലൂടെ ഒഴുകുന്ന വൈഗാ നദിയിൽ എത്തിക്കാനായിട്ടാണ് പദ്ധതി തയ്യാറാക്കിയത്. 1886 ഒക്ടോബർ 29-ന് പെരിയാർ പാട്ടക്കരാർ പ്രകാരം പെരിയാർ നദിയുടെ 155 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന 8000 ഏക്കർ സ്ഥലത്തിന് പുറമെ അണക്കെട്ട് നിർമ്മാണത്തിനായി 100 ഏക്കർ സ്ഥലവും തിരുവിതാംകൂർ രാജാവായിരുന്ന വിശാഖം തിരുനാൾ രാമവർമ്മ അന്നത്തെ മദിരാശി സർക്കാരിന് പാട്ടമായി നൽകിയിരുന്നു. കരാർ പ്രകാരം പാട്ടത്തുകയായി ഏക്കറിന് 5 രൂപ എന്ന കണക്കിൽ 40,000 രൂപ വർഷം തോറും കേരളത്തിന് ലഭിച്ചിട്ടുമുണ്ട്. 50 വർഷം മാത്രം ആയുസ് കണക്കാക്കിയിരുന്ന ഡാമിന്റെ കരാർ കാലയളവ് 999 വർഷത്തേക്കാണെന്നുള്ളതാണ് വിരോധാഭാസം. ആദ്യ കരാർ കഴിയുമ്പോൾ വേണമെങ്കിൽ വീണ്ടും ഒരു 999 വർഷത്തേക്ക് കരാർ പുതുക്കുന്നതിന് വിരോധമില്ലെന്നും കരാറിൽ പറയുന്നുണ്ട്. അണക്കെട്ടിൽ ചോർച്ചയും മറ്റും വരാൻ തുടങ്ങിയതോടെ അണക്കെട്ട് ദുർബലമാണെന്നും ജലനിരപ്പ് 136 അടിക്ക് മുകളിൽ ഉയർത്താൻ പാടില്ലെന്നും പറഞ്ഞ് കേരളവും തമിഴ്നാടും തമ്മിലുള്ള നിയമയുദ്ധം ആരംഭിച്ചിരുന്നതാണ്. ഡാം പൊട്ടിയാലും തമിഴ്നാട്ടിലേക്ക് വെള്ളമൊഴുകി അവർക്ക് അപകടം ഒന്നും ഉണ്ടാകില്ല എന്നതുകൊണ്ട് കിട്ടുന്നിടത്തോളം കാലം വെള്ളം എടുക്കാനാണ് തമിഴ്നാടിന്റെ പദ്ധതി ഉണ്ടായിരിക്കുന്നത്.